നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആലപ്പുഴ കലവൂരിൽ 73-കാരി സുഭദ്രയെ കൊലപ്പെടുത്തിയത് സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയാണെന്ന് പ്രതികൾ മൊഴി നൽകി. നെഞ്ചിൽ ചവിട്ടിയും കഴുത്ത് ഞെരിച്ചുമാണ് ഈ ക്രൂരമായ കൊലപാതകം നടന്നതെന്ന് മാത്യൂസും ശർമിളയും ചോദ്യം ചെയ്യലിൽ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ശർമിളയെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൊലപാതകത്തിൽ ഒരാൾക്കു കൂടി പങ്കുണ്ട് എന്ന വിവരവും പുറത്തുവരികയാണ്. സുഭദ്രയെ മയക്കുന്നതിനുള്ള മരുന്ന് എത്തിച്ചു നൽകിയത് മാത്യൂസിന്റെ ബന്ധുവായ റെയ്നോൾഡ് എന്നയാളാണ് എന്നാണ് പോലീസ് പറയുന്നത്. കർണാടകത്തിൽ നിന്ന് ഇന്ന് രാവിലെ ആലപ്പുഴയിൽ എത്തിച്ച പ്രതികളുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് ഇനി അന്വേഷണ സംഘം. എന്തിനായിരിക്കും സുഭദ്രയ എന്ന 73-കാരിയെ ഇത്ര നിഷ്ഠൂരമായി കൊല ചെയ്തത്? ന്യൂസ് ഈവനിംഗ് കേരളത്തെ നടുക്കിയ ഈ കൊലപാതകത്തിന്റെ പിന്നാമ്പുറങ്ങൾ പരിശോധിക്കുകയാണ്. സുഭദ്രയെ കൊന്നതെന്തിന്? പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ വൈകുന്നേരം നമ്മളെ നടുക്കിയ സുഭദ്ര കൊലപാതക കേസിലെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ പോകുമ്പോൾ അന്വേഷണ സംഘത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്, കോടതിയെ ധരിപ്പിക്കാനുള്ളത്, അതോടൊപ്പം തന്നെ ഈ കൊലപാതകത്തിലേക്ക് നയിച്ച കാരണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ നിലയിൽ ഉണ്ടായിരുന്ന ഒരു അടുപ്പം, ആ അടുപ്പം പിന്നീട് വളർന്നു. അതിനുശേഷം സുഭദ്ര എന്ന 73-കാരി ഈ വീടുകളിൽ ഇവരുടെ വീട്ടിലെത്തുന്നു. അവിടെ നിതിൻ മാത്യൂസും അതുപോലെ ഭാര്യ ശർമിളയുമുണ്ട്. അവർക്കൊപ്പം അവരുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ വരികയാണ്. അതിനുശേഷമാണ് ഈ കൊലപാതകം നടന്നിരിക്കുന്നത്. കൊലപാതകത്തിനിടയിൽ ക്രൂരമായി മുറിവേൽപ്പിച്ചിട്ടുണ്ട് സുഭദ്രയെ എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്താണ് സുഭദ്രയെ ഇത്തരം നിഷ്ഠൂരമായി കൊല ചെയ്യാൻ ഇടയായ സാഹചര്യം? ഏത് തരത്തിലുള്ള ഇടപാടായിരുന്നു സുഭദ്രയുമായി ഈ ദമ്പതികൾക്കുണ്ടായിരുന്നത്? എന്താണ് ഇവർ ഓരോരുത്തരുടെയും പിന്നാമ്പുറ ജീവിത കഥകൾ? ഏത് തരത്തിലുള്ള അന്വേഷണമാണ് ഇനി ഈ കേസിൽ ഉണ്ടാകാൻ പോകുന്നത്? മൂന്നാമതൊരാൾ കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന സൂചനയുണ്ട്. പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് റെയ്നോൾഡ് എന്ന വ്യക്തിയെ. റെയ്നോൾഡിന് ഈ കൊലപാതകത്തിൽ ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. മനീഷ് മഹിപാൽ ഞങ്ങളുടെ പ്രതിനിധി ഉണ്ട് സംഭവ സ്ഥലത്ത്. അതോടൊപ്പം തന്നെ ശ്യാംകുമാറും നമ്മളോടൊപ്പം ചേരുന്നു. ഇന്ന് അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് മുൻ പഞ്ചായത്ത് അംഗവും സുഭദ്രയുടെ അയൽവാസിയുമായ സനൽകുമാറാണ്. അതോടൊപ്പം ഈ കൊലപാതകത്തിന് പിന്നിലുള്ള കാരണങ്ങൾ കണ്ടെത്താൻ പോലീസിന് അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിന് ഇനി സഞ്ചരിക്കേണ്ട വഴികൾ എന്തൊക്കെയാണ്? ഇതുപോലെയുള്ള സമാനമായ കേസുകൾ കേരളത്തിൽ ഇതിനു മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ സർവീസ് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മളോട് വിശദീകരിക്കാൻ മുൻ SP ശ്രീ ജോർജ് ജോസഫ് ഇന്ന് നമ്മുടെ പ്രത്യേക അതിഥിയാണ്. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം പോകാനുള്ളത് മനീഷ് മഹിപാലിലേക്കാണ്. മനീഷ്, ഇപ്പോൾ 2 പേരാണ് ഈ കൊലപാതകം, ഈ കൃത്യം നിർവഹിച്ചിരിക്കുന്നത് എന്നാണല്ലോ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ 2 പ്രതികളെയും കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു. എന്തിനാണ് സുഭദ്രയെ കൊന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ടോ? ഗോപികൃഷ്ണൻ, ഏറ്റവും ഒടുവിലായി വരുന്ന നിർണായക വിവരം, മണിക്കൂറുകൾ ചോദ്യം ചെയ്തതിൽ നിന്നും പ്രതികളെ ചോദ്യം ചെയ്തതിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം, 2 പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിരുന്നു പ്രതികൾക്കുണ്ടായിരുന്നത്. ഒന്ന്, സ്വർണം അപഹരിക്കുക എന്നുള്ളതായിരുന്നു. കാരണം ഈ സുഭദ്ര ശരീരത്താകെ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ അണിയുന്ന ശീലമുള്ള ഒരാളായിരുന്നു. നമുക്ക് നേരത്തെ 4-ാം തീയതി ഇവരെ ശർമിള കൂട്ടിക്കൊണ്ടുപോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ട്. ആ ദൃശ്യങ്ങളടക്കം കാണാം സുഭദ്രയുടെ ദേഹത്ത് കഴുത്തിലും കാതിലും കയ്യിലുമൊക്കെ തന്നെ ആഭരണങ്ങളുണ്ട്. അങ്ങനെ ഈ ആഭരണങ്ങൾ കവരുക എന്നുള്ളത് ഈ പ്രതികളെ ലക്ഷ്യമായിരുന്നു. അതിനു വേണ്ടിയിട്ട് 3 പ്രതികൾ, നിലവിൽ റെയ്നോൾഡിനെ കൂടി കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇയാളാണ് ഈ കൊലപാതകത്തിന് തൊട്ട് മുൻപ് മയക്കുമരുന്ന് എത്തിച്ചതെന്ന പങ്ക് പോലീസ് കണ്ടെത്തി. പക്ഷേ ഇയാൾക്ക് നേരിട്ട് കൃത്യത്തിൽ പങ്കില്ല. അങ്ങനെ സ്വർണം കവരുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. 2-ാമത്തെ ലക്ഷ്യം, 3 വർഷങ്ങളായി സുഭദ്രയും ശർമിളയും തമ്മിൽ അടുപ്പമുണ്ട്. ഈ സുഭദ്ര ഒരു ഹോസ്റ്റൽ നടത്തിയിരുന്നു. സുഭദ്രയുടെ ഭർത്താവ് ഒരു മുൻ കേന്ദ്ര സർക്കാർ ജീവനക്കാരനാണ്. പിന്നീട് മക്കളുമായി അത്ര അടുപ്പം സുഭദ്രയ്ക്കില്ലായിരുന്നു. സുഭദ്ര സ്വന്തം വീട്ടിൽ തനിച്ച് താമസിച്ചിരുന്നു. തൊട്ടടുത്തൊരു ഹോസ്റ്റൽ ഉണ്ടായിരുന്നു. ആ ഹോസ്റ്റലിനടുത്ത് ഒരു അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു ശർമിള. അങ്ങനെ ആ അനാഥാലയവും ഹോസ്റ്റലിലുമായി ബന്ധപ്പെട്ട ഇവർ തമ്മിൽ അടുപ്പം ഉണ്ടാകുന്നു. പിന്നീട് ആലപ്പുഴയിലെ ഒരു ആരാധനാ കേന്ദ്രത്തിൽ ഇവർ ഒന്നിച്ചു പോകുന്നു. അങ്ങനെ മാത്യൂസിൻ്റെ സഹോദരി വഴിയാണ് മാത്യുവും ഒപ്പം തന്നെ ഈ ശർമിളയും തമ്മിൽ വിവാഹിതരാകുന്നു. അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധം ആ രീതിയിൽ ബന്ധമുണ്ടാകുന്നു. ഈ ബന്ധത്തിൽ ഇവർക്ക് സാമ്പത്തികമായ സഹായം സുഭദ്ര ശർമിളയ്ക്കും മാത്യുവിൻ്റെ കുടുംബത്തിനും നൽകുന്നു. പക്ഷേ 3 വർഷത്തിനിടയിൽ പല ഗഡുക്കളായി നൽകിയ തുകയിൽ ഒരു ചില്ലി പൈസ പോലും തിരിച്ചു നൽകാൻ ഇവർ തയ്യാറായിരുന്നില്ല. ഏത് തരത്തിലുള്ള ഒരു സാമ്പത്തിക ഇടപാടായിരുന്നു മനീഷ് ഇവർ തമ്മിലുണ്ടായിരുന്നത്? അതായത് ഗഡുക്കളായി നൽകുക എന്ന് പറഞ്ഞാൽ ഇവർക്ക്
ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ട് സുഭദ്ര സഹായിച്ചു എന്നാണോ? സുഭദ്രയുടെ അയൽവാസി എന്ന് പറഞ്ഞത് ഈ പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു ഏർപ്പാട് സുഭദ്രയ്ക്ക് ഉണ്ടായിരുന്നു എന്നാണ്. അങ്ങനെ പലിശയ്ക്ക് പണം കൊടുത്തുള്ള ബന്ധമായിരുന്നോ തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ചുണ്ടായ ഈ സൗഹൃദത്തിന് ശേഷം പിന്നീട് ഉണ്ടായത്? ഗോപികൃഷ്ണൻ, സുഭദ്ര പണം പലിശയ്ക്ക് കൊടുക്കുന്ന ശീലമുള്ള ആ രീതിയിലുള്ള സമ്പ്രദായം സുഭദ്രയ്ക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ശർമിളയ്ക്ക് പലപ്പോഴും പണം കൊടുക്കുമ്പോൾ പലിശയ്ക്ക് എന്തെങ്കിലും ഇളവ് അല്ലെങ്കിൽ ഇവരുടെ സാമ്പത്തിക സ്ഥിതി സുഭദ്രയ്ക്ക് നന്നായി അറിയാമായിരുന്നു. ശർമിള ഒരു അനാഥയാണെന്നാണ് സുഭദ്രയോട് പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ മാത്യുവും തീരദേശത്ത് താമസിക്കുന്ന ഒരു മത്സ്യത്തൊഴിലാളിയാണ്. സാമ്പത്തികമായി സ്വന്തമായി വീടില്ല, കുടുംബ വീട്ടിൽ നിന്ന് മാറി ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു, ഒരു ദാരിദ്ര്യ പശ്ചാത്തലമുണ്ട്. അങ്ങനെ മനസ്സലിവ് വന്ന സുഭദ്ര പലപ്പോഴും ഇവർക്ക് പണം കൊടുത്തിരുന്നു. പക്ഷേ പലിശ ഇല്ലാതെ ആ രീതിയിൽ പണം തിരിച്ച് നൽകിയാൽ മതി എന്ന രീതിയായിരുന്നു സുഭദ്രയ്ക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ പലപ്പോഴും പണം തിരികെ നൽകാൻ ഇവർ തയ്യാറായില്ല, തിരിച്ച് ഒരു പൈസ പോലും തരാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ രണ്ട് ലക്ഷ്യം: ഒന്ന്, ഈ പണം തിരികെ നൽകാതിരിക്കാൻ ഈ സുഭദ്ര അത് ചോദിച്ച് പിന്നീട് ബഹളമുണ്ടാക്കുന്ന ഒരു പശ്ചാത്തലമെത്തി. അതിൽ ക്ലീറ്റസ് മാത്യുവിൻ്റെ പിതാവാണ്. ക്ലീറ്റസ് പറയുന്ന ഒരു പോലീസിന് കൊടുത്തൊരു മൊഴി അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പങ്കുവെക്കുന്ന ഒരു കാര്യമുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സുഭദ്ര മാത്യുവിൻ്റെ കുടുംബ വീട് അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. അവിടെ എത്തി പറഞ്ഞിരുന്നു, അതായത് എനിക്ക് കുറേ പണം ഇവർ തരാനുണ്ട്, അത് തരുന്നില്ല എന്ന് പറഞ്ഞ് വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കിയിരുന്നു ഈ സുഭദ്ര. അങ്ങനെ സുഭദ്ര ഒരു ശല്യക്കാരിയായി പിന്നീട് ഇവർക്ക് തോന്നി. ആദ്യം സഹായിയായി വന്ന സുഭദ്ര പിന്നീട് ശല്യക്കാരിയായി തോന്നി. ഒപ്പം തന്നെ ആഭരണങ്ങൾ അണിയുന്ന സുഭദ്രയുടെ സ്വർണ്ണമാണെന്ന് കരുതി അത് അപഹരിക്കുക എന്ന ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ കണക്കുകൂട്ടലുകൾ ഇവർക്ക് പിഴച്ചു. കഴുത്തിലുണ്ടായിരുന്ന മാല റോൾഡ് ഗോൾഡ് ആയിരുന്നു, അത് മുക്കുപണ്ടമായിരുന്നു. നിലവിൽ അവർക്ക് വിൽക്കാൻ സാധിച്ചത് കയ്യിലുണ്ടായിരുന്ന 2 വളയും കാതിലുണ്ടായിരുന്ന കമ്മലുകൾ മാത്രമാണ്. ആലപ്പുഴയിലെ ഒരു ജ്വല്ലറിയിൽ അത് കമ്മലുകൾ വിൽക്കുകയും പിന്നീട് ഉടുപ്പിയിൽ ഈ കയ്യിലെ വളകളും വിൽക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഈ കൊലപാതകത്തിന് വേണ്ടിയിട്ട് ഇവരെ പ്രേരിപ്പിച്ച ഘടകം ഇതാണ്. അതിൽ മൂന്നാമതൊരാളുടെ പങ്ക്, അയാൾക്കും പണം നൽകാമെന്ന വാഗ്ദാനം നൽകിയായിരുന്നു മാത്യുവിൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനായിട്ടുള്ള റെയ്നോൾഡിനെ ഈ കൊലപാതകത്തിലേക്ക് പങ്കുവരുന്നത്. അയാൾക്ക് കൊലപാതകത്തിന് മുൻപും കൊലപാതകത്തിന് ശേഷവും ഇതിൽ പങ്കുണ്ട്. കൊലപാതകത്തിന് മുൻപ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭക്ഷണത്തിൽ വിഷം നൽകാൻ വേണ്ടിയിട്ട്, മയക്കുമരുന്ന് നൽകാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ മരുന്ന് എത്തിക്കുന്നത്. പിന്നീട് ഈ കുഴിച്ചു മൂടുന്നതിലടക്കം റെയ്നോൾഡിന് പങ്കുണ്ടെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ക്രൈം സീനിലേക്ക് മൂന്നാമതൊരാൾ കൂടി വരുന്നു. നിതിൻ മാത്യൂസ്, ഭാര്യ ശർമിള എന്നതിന് പുറമെ ഒരാൾ കൂടി വരുന്നു എന്നതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, അല്ലേ മനീഷ്? അപ്പോൾ ഒരു മിനിറ്റ് മനീഷ്, ഞാൻ മനീഷിലേക്ക് വരാം. എസ് ശ്യാംകുമാർ കൂടി നമ്മളോടൊപ്പം ഉണ്ട്. ശ്യാം, ഇനിയിപ്പോൾ ഈ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ അന്വേഷണത്തിലൂടെ പോലീസിന് സുഭദ്രയുടെ കൊലപാതകത്തിന്റെ കാരണങ്ങളായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നതാണ് ഇനി വളരെ പ്രധാനപ്പെട്ട കാര്യം. അന്വേഷണ സംഘം ഒരുപക്ഷെ ഈ കാര്യങ്ങൾ വിശദീകരിക്കും. SP അധികം വൈകാതെ മാധ്യമങ്ങളെ കാണുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് പ്രതികളെ കോടതിയിൽ എത്തിക്കുക? എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ ശ്യാം നൽകാനുള്ളത്? ഗോപികൃഷ്ണൻ, ഇന്ന് രാവിലെ ആലപ്പുഴ SP മാധ്യമങ്ങളെ കണ്ടപ്പോൾ കൊലപാതക കാരണം എന്തെന്ന് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക നേട്ടം, അതിനുവേണ്ടി കൊലപാതകം നടത്തി എന്നുള്ള ഒരൊറ്റ വാക്കിലെ മറുപടിയാണ് പറഞ്ഞത്. കൂടുതൽ കാര്യങ്ങൾ വൈകുന്നേരം മാധ്യമങ്ങളെ കാണുമ്പോൾ വിശദീകരിക്കാമെന്നാണ് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി അറിയിച്ചിരിക്കുന്നത്. വൈകിട്ട് 6:30 അദ്ദേഹം മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനു മുൻപ് പ്രതിയെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് പൂർത്തീകരിക്കുകയാണ്. പ്രാഥമിക ചോദ്യം ചെയ്യൽ ഇപ്പോൾ ആലപ്പുഴ DYSPയുടെ നേതൃത്വത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ശർമിളയാണ് പോലീസിനെ ഏറ്റവും കൂടുതൽ കുഴയ്ക്കുന്നത്. കാരണം നേരത്തെ പോലീസിനോട് പറഞ്ഞ കാര്യങ്ങൾ തൊട്ടടുത്ത നിമിഷം മാറ്റി പറഞ്ഞുകൊണ്ട് ശർമിള അന്വേഷണ സംഘത്തെ വല്ലാതെ കുഴയ്ക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇതാണ് ഇപ്പോൾ പോലീസിനെയും പ്രതിസന്ധിയിലാക്കുന്നത്. ഏതായാലും പ്രതികളെ ഇന്ന് വൈകുന്നേരം ഏകദേശം 1 മണിക്കൂറിനകം തന്നെ കോടതിയിൽ ഹാജരാക്കുകയും റിമാൻഡ് ചെയ്യുകയും ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. തെളിവെടുപ്പിനുൾപ്പെടെ 2 ദിവസത്തിന് ശേഷം ഓണാവധിക്ക് ശേഷം കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി പ്രതികളെ വാങ്ങാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും പ്രതികളെ അല്പസമയത്തിനകം കോടതിയിലേക്ക് കൊണ്ടുപോകും. അതിന്റെ നടപടിക്രമങ്ങൾ, മെഡിക്കൽ അടക്കമുള്ള നടപടിക്രമങ്ങൾ ഉടൻ തന്നെ പൂർത്തീകരിക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിൽ ഏറ്റവും നിർണായകമായ കാര്യങ്ങളെല്ലാം പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കൃത്യം നടത്തിയ ആളുകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. കൃത്യം എന്തിന് നടത്തി എന്നുള്ളത് അവർ തന്നെ സമ്മതിച്ചിരിക്കുന്നു. മറ്റു തെളിവുകൾ ശേഖരിച്ചിരിക്കുന്നു. ഈ കേസിൽ ഒരാളെ കൂടി പ്രതിയേർക്കാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വളരെ വേഗത്തിൽ തെളിവുകൾ ശേഖരിക്കുകയും പ്രതികളിലേക്ക് എത്തുകയും ചെയ്തു. ഈ പ്രതികൾ ഒളിവിൽ പോയ 1 മാസം പോലും പ്രതികളെ കൃത്യമായി നിരീക്ഷിച്ച് പിന്തുടർന്ന് പിടിക്കാൻ സാധിച്ചു എന്നുള്ളത് അന്വേഷണ സംഘത്തിന്റെ ഒരു നേട്ടം തന്നെയായിട്ട് അവർക്ക് അവകാശപ്പെടാവുന്നതാണ്. ഏതായാലും പ്രതികളെ വൈകുന്നേരം ഇന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും. വിശദമായ തെളിവെടുപ്പിനും കസ്റ്റഡിക്കും ഉൾപ്പെടെ അടുത്ത ദിവസം കോടതിയിൽ അപേക്ഷ നൽകുമെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കിയത്. ഏതായാലും ശ്യാം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതി കൂടി ഉണ്ട് ഈ കേസിൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് നിതിൻ മാത്യൂസിന്റെ
അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ ബന്ധുവായ റെയ്നോൾഡ് ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കൃത്യത്തിന് മുൻപും ശേഷവും ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് റെയ്നോൾഡ് എന്നാണ് പ്രാഥമികമായി പോലീസിന് ലഭിച്ചിട്ടുള്ള വിവരം എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ റെയ്നോൾഡ് കൂടി പ്രതിപട്ടികയിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. മുൻ SP ശ്രീ ജോർജ് ജോസഫ് നമ്മളോടൊപ്പം ഉണ്ട്. അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അംഗം ശ്രീ സനൽകുമാറും ഇന്ന് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇതിലെ 2 പ്രതികൾ നിതിൻ മാത്യൂസ്, ശർമിള എന്നിവർ താമസിച്ചിരുന്ന വീടിന്റെ അടുത്ത് താമസിക്കുന്ന ആളാണ് പഞ്ചായത്ത് അംഗം കൂടിയായ ശ്രീ സനൽകുമാർ. ജോർജ് ജോസഫ് സാർ, ഇവിടെ വളരെ പെട്ടെന്ന് തന്നെ പോലീസിന് ഈ അന്വേഷണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വളരെ വേഗത്തിൽ തന്നെ 2 പ്രതികളെ കണ്ടെത്താൻ കഴിഞ്ഞു. കൊലപാതകത്തിന്റെ കാരണം ഈ പറഞ്ഞതുപോലെ അത് കേവലം ഒരു ചെറിയ സാമ്പത്തിക ഇടപാടിന്റെ പുറത്തായിരിക്കുമെന്നും ഈ ഏതാനും വളരെ കുറച്ച് സ്വർണമായിരുന്നു അവരുടെ ദേഹത്തുണ്ടായിരുന്നത്. അതിൽ തന്നെ കഴുത്തിലുണ്ടായിരുന്ന മാല മുക്കുപണ്ടമായിരുന്നു. 2 കമ്മലും പിന്നീട് 2 വളയും മാത്രമാണ് അവർക്ക് വിൽക്കാൻ കിട്ടിയത്. അപ്പോൾ സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ അത്രയും നാൾ സഹായിയായി നിന്നിരുന്ന തീർത്ഥാടന കേന്ദ്രത്തിൽ വെച്ച് പരിചയപ്പെട്ട അനാഥയാണ് ഈ ശർമിള എന്നറിഞ്ഞ് ഹൃദയലിവ് കാണിച്ച അവർക്കൊപ്പം നിന്ന ഇടയ്ക്കിടയ്ക്ക് അവരുടെ വീട്ടിൽ വന്ന് താമസിക്കാറുണ്ടായിരുന്ന സുഭദ്ര എന്ന 73-കാരിയെ ഇത്ര നിഷ്ഠൂരമായി കൊല ചെയ്യേണ്ടി വന്നത് എന്തുകൊണ്ടായിരിക്കാം? പോലീസിനെതിരെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ടോ? പോലീസ് പറയുന്ന ഭാഗം സാമ്പത്തിക നഷ്ടത്തിനാണ് എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഇത് ആ ഡെഡ് ബോഡി അവരുടെ കയ്യെ രണ്ടും പിന്നിൽ കെട്ടിയിരുന്നു എന്ന് പറയുന്നു. അതിന്റെ ഒരു ആവശ്യം എന്ത്? പോലീസ് ആ ഭാഗം ഇതിന്റെ മോട്ടീവ് എന്തായിരുന്നു, എന്താണ് ഉദ്ദേശം? എനിക്ക് ചില സംശയങ്ങളുണ്ട് ഇതിനകത്ത്. കാരണം കൈ രണ്ടും പിന്നിക്കെട്ടേണ്ട ഒരു ആവശ്യമില്ല. അവരുടെ റിബ്സ് ഇടതുവശവും വലതുവശവും ഉള്ള റിബ്സ് അടിച്ചു പൊട്ടിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ജീവനോടെ കൈ പുറകെ കെട്ടി അവരെ അടിച്ചു കമ്പിയടിക്കും മറ്റതിനൊക്കെ അടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒച്ചയ്ക്ക് നിലവിളിക്കും. അപ്പോൾ ഒരു അൺകോൺഷ്യസ് സ്റ്റേജ്, ഒരു ഹാഫ് സ്റ്റേജിൽ അവർ മദ്യപിക്കുകയോ ഇല്ലയോ എന്നറിയണം. സുഭദ്രയും ഇവരുടെ കൂട്ടുകൂടിയിട്ട് മദ്യപിക്കുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല. രണ്ടാമത് എന്തെങ്കിലും ഉള്ളിൽ ചെന്നിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ പുറകെ ഈ കെട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവരെന്തെങ്കിലും അവരുടെ ഉള്ളിലേട്ട്, ഞാൻ അതുകൊണ്ടാണ് നേരത്തെ ഏതോ ഒരിടത്ത് ഞാൻ പറഞ്ഞ പോലെ തോന്നുന്നുണ്ട്, ഒരു വിസറ ഇവരെ 1 മാസത്തെ പഴക്കമുണ്ട് ഈ ഡെഡ് ബോഡിക്ക്. അതുകൊണ്ട് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ ഹൈലി ഡീകമ്പോസ്ഡ് ആകാനുള്ള സാധ്യതയും കൂടുതൽ. എന്നാലും അവരുടെ വിസറ എന്താ പറഞ്ഞാൽ സ്റ്റൊമക്ക്, ഇൻറ്റസ്റ്റൈൻ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അത് കൃത്യമായിട്ട് പരിശോധിക്കണം. അതിനകത്ത് ഏതെങ്കിലും വിഷാംശം ഉണ്ടോ, ഏതെങ്കിലും ജ്യൂസ് കൊടുക്കോ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് നോക്കണം. അതില്ലെന്നുണ്ടെങ്കിൽ ഇതൊരു നരബലിയുടെ ഭാഗമാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം സാധാരണഗതിയിൽ ഇങ്ങനെ പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മർദ്ദിക്കും, ഇടതും വലതും വശം അടിക്കും. അതൊക്കെയാണ് അവരുടെ ഒരു സൂക്കേട്. അപ്പം അതൊരു മന്ത്രവാദത്തിന്റെ ഒരു ശകലം ഇതുണ്ടോ എന്ന് തോന്നുന്നു. കാരണം അല്ലെങ്കിൽ പുറകെ കൈ കെട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ജീവനോടെ ഒരു 80% അടി ഏറ്റിട്ട് 90% അടി ഏറ്റിരിക്കുന്നത് അത് ജീവനുള്ള സന്ദർഭത്തിലാണ്. അപ്പൊ അതല്ല ആന്റിമോട്ടമാണ്. ജോർജ് ജോസഫ് സാർ, ഞാൻ 1 മിനിറ്റ് നമുക്ക് ഈ കാര്യം ഒന്ന് വിശദമായി പരിശോധിക്കണം. നമ്മളോടൊപ്പം ശ്രീ ജോർജ് ജോസഫ് തുടരുന്നുണ്ട്. ജോർജ് ജോസഫ് സാർ, ഇപ്പോൾ ഈ താങ്കൾ നേരത്തെ പറഞ്ഞത് ഇതിന് പിന്നിൽ ഒരു നരബലി നടന്നിട്ടുണ്ടോ എന്ന് താങ്കൾ സംശയിക്കുന്നു എന്നാണ്. അതിന് താങ്കൾ കാരണം പറഞ്ഞത് സുഭദ്രാമ്മയുടെ കൈകൾ എന്തിനാണ് പിന്നിൽ കെട്ടിയ നിലയിൽ ഉണ്ടായത് എന്നതാണ്. ഒരുപക്ഷെ ഈ സ്വർണ്ണാഭരണം കവരുന്നതിന് വേണ്ടിയാണ് കൈകൾ പിന്നിൽ കെട്ടിയതെങ്കിലോ അതിനും ഒരു സാധ്യതയില്ലേ? അല്ല, ഇവരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഇത്ര നാളും കഴിഞ്ഞുകൂടിയതല്ലേ. സുഭദ്രയുടെ കൂടെ അവരുടെ സ്വർണ്ണാഭരണത്തിന്റെ മുഴുവൻ വിവരങ്ങളും ഇവർക്കറിയാവല്ലോ, ഈ ശർമിളയ്ക്ക് അറിയാവല്ലോ. അത് മുക്കുപണ്ടമാണെന്ന് വരെ അറിയത്തില്ലേ. ഒരു സ്ത്രീയെ ഒറ്റ നോട്ടം നോക്കിയാൽ മതി, അവർക്ക് അപ്പോഴേ പിടി കിട്ടും. അപ്പൊ അത് എടുക്കാനാണെന്ന് പറയുന്നത് എനിക്ക് സംശയമാണ്. പിന്നെ കൊന്നു കഴിഞ്ഞപ്പോൾ അവരുടെ കയ്യിൽ 2 വളയുണ്ട്, അത് എടുത്തു. അതുപോലെ തന്നെ ഒരു കാതിൽ ഇടുന്ന കമ്മലും, ആ കാതിലിടുന്ന കമ്മൽ ഇവിടെ തന്നെ വിറ്റു. ബാക്കി ഇത് 2 എണ്ണം കൊണ്ടുപോയി അവിടെ കർണാടകയിലാണ് വിറ്റത്, ഉടുപ്പിയിൽ മണിപ്പാലിലാണ് അത് വിറ്റിരിക്കുന്നത്. അപ്പോൾ അതല്ല ഉദ്ദേശമെന്ന് എനിക്ക് തോന്നുന്നു ഇതിനകത്ത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈ പിന്നി കെട്ടിയിരിക്കുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനകത്ത് കാണുന്നുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരാനല്ലേ ഇവര് പോലീസ് പറയുന്ന പോലെ വയറ്റിനുള്ളിലെ വിഷാംശമുള്ള എന്തെങ്കിലും കൊടുത്ത് അവരെ അൺകോൺഷ്യസ് ആക്കിയ കൈ പിന്നെ കെട്ടേണ്ട ആവശ്യമുണ്ടോ? അവിടെയാണ് സംശയം വരുന്നത്.
അത് കണ്ടപ്പം മുതൽ എനിക്കൊരു ചെറിയ സംശയം. കാരണം ഈ റെയ്നാൾഡ് എന്ന് പറഞ്ഞ ആൾ മൂന്നാമതൊരാൾ അവിടെ വന്നിരിക്കുന്നു. ഇപ്പം നമുക്ക് പറയാൻ കേരളത്തിൽ ഇത് വ്യാപകമായി എല്ലാ സ്ഥലങ്ങളിലും ഇവരെ ഭീകരമായിട്ട് മർദ്ദിച്ചത് ആന്റിമോർട്ടവും പോസ്റ്റ്മോർട്ടവും ഉണ്ട്. അപ്പോൾ ജീവനോടെയാണ് 90% ആ മർദ്ദനം ഏറ്റിരിക്കുന്നത്. പിന്നെ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അടിക്കേണ്ട ആവശ്യം എന്താണ് എനിക്ക് മനസ്സിലാകുന്നില്ല. ആള് മരിച്ചു കഴിഞ്ഞിട്ടുള്ള അടി അതിനകത്തുണ്ട്, പോസ്റ്റ്മോർട്ടം ഇൻജുറീസും കാണുന്നുണ്ട്. ഇത് പൊരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് പോലീസ് അത് നോക്കണം. ആ ഒരു ആസ്പെക്ട്, ആ വീടിനകത്ത് പൂജയുടെ എന്തെങ്കിലും സാധനം കിടപ്പുണ്ടോ, അവിടെ സാധാരണ ഒരു മുറിയിലാണെങ്കിൽ ആ മുറിയിൽ ഏതെങ്കിലും ഷീറ്റ് വിരിച്ചോ ബെഡ്ഷീറ്റ് വിരിച്ചോ അതിന്റെ മുകളിൽ ചില പൂജയുടെ അംശങ്ങൾ, മെഴുകുതിരി അല്ലെങ്കിൽ അവിടെ സാമ്പ്രാണിത്തിരി അല്ലെങ്കിൽ മഞ്ഞൾ, അങ്ങനെയൊക്കെയുള്ള പൂജയ്ക്ക് ആവശ്യമുള്ള സാധനങ്ങളുടെ മിച്ചം എവിടെയെങ്കിലും ഉണ്ടോ ആ മുറിയിൽ നിന്ന് പരിശോധിക്കണം. ജോർജ് ജോസഫ് സാർ, അതിനിടയിൽ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ഈ നിതിൻ മാത്യൂസ്, ഷർമിള ഇവരുമായിട്ടുള്ള അടുപ്പം, ബന്ധം തുടങ്ങിയിട്ട് കുറെ കാലമായി ഈ സുഭദ്രയ്ക്ക്. അവർക്ക് സാമ്പത്തിക ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായിച്ചിട്ടുണ്ട്. പിന്നീട് ഈ ഷർമിള ഒരു അനാഥയാണ് എന്ന് അറിയുകയും തുടർന്ന് അവർക്ക് വേറൊരു തരത്തിൽ ഒരു സെന്റിമെന്റ്സ് അവരോട് തോന്നുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ രണ്ടുപേരും കടുത്ത മദ്യപാനികളായിരുന്നു, നിതിൻ മാത്യൂസും ഷർമിളയും എന്നാണ് നമുക്ക് ഒടുവിൽ കിട്ടുന്ന വിവരങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ മദ്യപാനം കൂടി ലഹരിക്കടിമപ്പെട്ട് ഒരുപക്ഷെ ഈ വളരെ സ്വയം മറന്ന് ഇങ്ങനെ ആക്രമിച്ചു എന്നൊക്കെ നമ്മൾ കരുതേണ്ടി വരുമോ ഈ സുഭദ്രയുടെ കാര്യത്തിൽ? അല്ല, സുഭദ്രയും നമ്മൾ അവരെപ്പറ്റി അവരുടെ ജീവിത രീതികൾ മനസ്സിലാക്കണം. അവരും ഇതിനകത്ത് ആകർഷയാണോ നമുക്കറിയില്ല. കാരണം നമ്മളിപ്പം ഇവിടെ എല്ലാ ജാതി മത ഭേദമന്യേ പല ആൾക്കാരും, മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുക്കളും എല്ലാ ജാതിക്കാരിലും ഇപ്പം വളരെ പ്രബലമാണ് ഇപ്പോഴത്തെ ഈ പൂജ, മന്ത്രവാദങ്ങൾ. നമുക്ക് അത് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ. അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ ജില്ലകളിലുണ്ട്. പാരമ്പര്യമായിട്ട് ഇന്ത്യയിൽ ഇതിങ്ങനെ തുറന്ന് അതിപ്പോഴും തുടരുന്നുണ്ട്. വിദ്യാഭ്യാസം ഉള്ളവരും ഒക്കെ ചെയ്യുന്നുണ്ട്. എത്ര എണ്ണമാണ് നമ്മൾ നടക്കുന്നത്? വളരെ ഡീപ്പായിട്ട് പോലീസ് ഓരോ കേസിലായിട്ട് പോകണം ഇങ്ങനെയുള്ള. കാരണം ഇതിനകത്ത് അവർ ജീവനോടെ ഇരിക്കുമ്പോഴാണ് ഭൂരിപക്ഷം അടി വന്നിരിക്കുന്നത്, മരിച്ച ശേഷവും അടി വന്നിരിക്കുന്നു. അപ്പോൾ ഇവരെ പിന്നെ അവിടെ കെട്ടി എവിടെയെങ്കിലും നിർത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ പൂജയുടെ മുമ്പിൽ ഇരുത്തിയിരിക്കുന്നു. അതിനുശേഷമാണ് ഈ മർദ്ദനം. അത് നമുക്കറിയാം. ഈ പൂജാരീണി അല്ലെങ്കിൽ പൂജ ചെയ്യുന്ന ആള് അവർക്ക് ഇതെല്ലാം കൂടെ ഒരു ഭ്രാന്ത് കയറിയ പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നാ ചെയ്യുന്നതെന്ന് അവരറിയത്. പിന്നെ അങ്ങോട്ട് മർദ്ദനവും അടിയും തന്നെയാണ്. അതിനകത്ത് ഉള്ള ആ ഭൂതങ്ങൾ പറന്നു പോകാനോ അങ്ങനെയൊക്കെ തന്നെ ചിന്തിക്കുന്ന ഇവര്. അതിന് അടിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. എല്ലാ പൂജയിലും നോക്കിക്കോളൂ, മർദ്ദനം തന്നെ, കൊലപാതകം തന്നെ, അടി തന്നെ, അതൊക്കെ തന്നെയാണ് വരുന്നത്. ഇവിടെ എന്തിനാണ് ഈ ഒരു രണ്ട് മാല, അല്ലെങ്കിൽ മാല അവർക്ക് അറിയാം തീർച്ചയായിട്ടും. അത് പോലീസ് നോക്കേണ്ട കാര്യമാണ്. മാല അത് മുക്കുപണ്ടമാണെന്ന് ഈ സ്ത്രീക്ക് അറിയാം, ഷർമിളയ്ക്ക് അറിയാം. അപ്പൊ അത് മോഹിച്ചെന്ന് പറഞ്ഞാൽ അത് വില പോവില്ല. രണ്ട് വള അവരുടെ കയ്യിലെ സ്ഥിരം ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കമ്മലേ ഉള്ളൂ. അത് തന്നെയല്ല പോലീസ്. അതിനകത്ത് ഞാൻ ആ രണ്ട് ഇൻസ്പെക്ടർമാരെ അഭിനന്ദിക്കുകയാണ്. കാരണം അവരിത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഒരു സമയത്ത് അവര് ഉടുപ്പി വെച്ച് ഒരു മിനിറ്റ് നേരത്തെ 2 മിനിറ്റിനോ അവരുടെ മൊബൈൽ ഒന്ന് ഓൺ ആക്കി. അതിന്റെ കാരണം അവിടെ രണ്ട് പവന്റെ അല്ലെങ്കിൽ 2 വള വിറ്റപ്പോൾ അതിന്റെ പൈസ ഓൺലൈനിലേക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർ അക്കൗണ്ടിൽ ഇടണമെങ്കിൽ അത് ലൈവ് ആവും. ലൈവായ സമയത്ത് തന്നെ അവർക്ക് അവരുടെ ബന്ധുക്കളെ ബാംഗ്ലൂരിൽ നിന്ന് മറ്റൊരു നിന്ന് ഒരു വിളി വന്ന് പോലീസ് നിങ്ങളെ അന്വേഷിക്കുന്നു പറഞ്ഞപ്പോൾ അന്നേരം ഓഫ് ചെയ്ത്. പിന്നെ ഓഫ് ചെയ്തെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും അത് ലൊക്കേഷൻ കണ്ടെത്തി ആ 2 ഇൻസ്പെക്ടർമാർ അവിടെ പോയി. എനിക്ക് അവരെ അഭിനന്ദിക്കാതിരിക്കാൻ ഒക്കില്ല. കാരണം അത് തന്നെയല്ല, അവർ പണയം വെച്ച അത് ആ സ്ഥലത്തുനിന്ന് ബാങ്കിൽ അക്കൗണ്ട് വന്നപ്പം പോലീസ് അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. പോലീസ് അത് കണ്ടുപിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അത്ര നല്ല കീനായിട്ട് 2 ഇൻസ്പെക്ടർമാരും കൊള്ളാം. എനിക്ക് അവരോട് വളരെ ഇഷ്ടം തോന്നി. കാരണം അത് നന്നായിട്ട് അന്വേഷിച്ചിരിക്കുന്നു. അവിടുത്തെ DYSPയും അതിന്റെ കൂടെ, പിന്നെ അവിടുത്തെ SP നല്ല വെറ്ററൻ ഇൻവെസ്റ്റിഗേറ്ററാണ് വന്നിരിക്കുന്ന ആള്. അതുകൊണ്ട് എനിക്കറിയാവുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹം ഇത് നോക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നോക്കണം അതിനകത്ത്. കാരണം ഇവർക്ക് ഒരു മോട്ടീവ് ഇതിനകത്ത് വീക്കാണ്. കേസ് വിട്ടുപോകാനുള്ള സാധ്യത കൂടുവന്നേരം. ശരി. അതുകൊണ്ട് ഈ പണം എടുക്കാൻ മാത്രമാണ് ഇത്ര ഭീകരമായി മർദ്ദിച്ചതെന്ന് പറയുമ്പോൾ വിശ്വാസം വരുന്നില്ല. ശരി, ജോർജ് ജോസഫ് സാർ, അതാണ് താങ്കളുടെ പോയിന്റ്. അതായത് ഇതിലെ മോട്ടീവ് എന്താണെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും അതിലൊരു കനമില്ല, അല്ലെങ്കിൽ അത് എന്താണെന്നൊരു വ്യക്തതയില്ല എന്നതാണല്ലോ താങ്കൾ പറഞ്ഞത്. ഇപ്പോൾ മുൻ പഞ്ചായത്ത് അംഗമാണ് ഈ നിതിൻ മാത്യൂസ് ഷർമിള ദമ്പതികളുടെ അവരുടെ അയൽവാസിയായിരുന്ന ആളാണ് മുൻ പഞ്ചായത്ത് അംഗം ശ്രീ സനൽകുമാർ. അദ്ദേഹം പഞ്ചായത്ത് അംഗമല്ല, മുൻ പഞ്ചായത്ത് അംഗമാണ്. ഞാനത് അദ്ദേഹത്തിലേക്ക് വരാം. ആലപ്പുഴയിലെ സുഭദ്ര എന്ന 73-കാരിയുടെ ക്രൂരമായ കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതിന്റെ പിന്നാമ്പുറ കഥകൾ എന്തൊക്കെയാണ്, എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്, ഇതാണ് നമ്മൾ ഈ സമയം ചർച്ച ചെയ്യുന്നത്.
എന്നോടൊപ്പം ശ്രീ സനൽകുമാർ ഉണ്ട്. അദ്ദേഹം മുൻ പഞ്ചായത്ത് അംഗമാണ്, അയൽവാസിയാണ്. നിതിൻ മാത്യൂസ് ശർമ്മിള ഈ കേസിലെ 2 പ്രതികളുടെ കുടുംബത്തിന്റെ അയൽവാസിയായിരുന്നു. ശ്രീ സനൽകുമാർ, താങ്കൾക്ക് ഈ നിതിൻ മാത്യൂസ് ശർമ്മിള ഇവർ രണ്ടുപേരെയും വ്യക്തിപരമായി അറിയാമായിരുന്നു? നമസ്കാരം ഗോപികൃഷ്ണ. അവർ വ്യക്തിപരമായെന്ന് പറയാൻ അവർ ആരുമായിട്ട് അങ്ങനെ സഹകരണം ഉള്ള ടീമല്ല. അവരിവിടെ നമ്മുടെ പ്രദേശത്ത് വാടകയ്ക്ക് വന്നതാണ്. ഒരു 2 വർഷം 1.5 വർഷം കഴിഞ്ഞവരിപ്പോൾ വാടകയ്ക്ക് വന്നിട്ട് ഇവരാരും അടുത്തുള്ളവരുമായിട്ടൊന്നും അങ്ങനെ സഹകരണം ഇല്ല. ഇദ്ദേഹത്തിന് ആപ്പാട് അവിടെ വന്ന് കാണുന്നത് ഈ റെയ്നോൾഡാണ്. അല്ലാതെ വേറെ ആരും അവിടെ ഇവരുമായിട്ട് സഹകരണം ഉള്ളതായിട്ട് നമ്മളുടെ അറിവിലില്ല. ഈ സഹകരണമില്ല എന്ന് പറയുമ്പോൾ താങ്കൾ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളോട് ആരുമായും സംസാരിക്കുകയോ അവരെന്ത് ചെയ്യുന്നുവെന്നോ അവിടെ ആര് വരുന്നുവെന്നോ അവരെവിടെ പോകുന്നുവെന്നോ ഒന്നും അയൽവാസികൾക്ക് അറിയില്ല. ആ നിലയിൽ ഒറ്റപ്പെട്ട് അങ്ങനെയാണോ? അത് തന്നെ. ഇത് 2 വീടാണ് ആ ഒരു ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. അതായത് വിൽസൺ പഴമ്പാശ്ശേരി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ 2 പെൺമക്കളുടെ വീടാണ്. ഒന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബവും ഒന്ന് അദ്ദേഹത്തിൻ്റെ മൂത്ത മകളുടെ വീടും. ഈ 2 പേരെയും കല്യാണം കഴിച്ചിരിക്കുന്നത് പുറത്താണ്. അപ്പോൾ ഈ അച്ഛനും അമ്മയും അവരുടെ കൂടെ തുമ്പോളിയിലാണ് താമസം. അപ്പോൾ ഈ 2 വീടും തൊട്ടടുത്ത് നിൽക്കുന്നത്. ഒരു വീട്ടിൽ നമ്മുടെ റിസോർട്ടിലുള്ള ഒരു മാനേജർ അവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നതാണ്. ഇതിൻ്റെ ഈ സംഭവം നടന്ന വീടിൻ്റെ തൊട്ട് മുന്നിലുള്ള ഒരു ചെറിയ വീട്ടിൽ. ഇത് വേറെ ആർക്കും ഈ വീടുമായിട്ട് അത്ര കണക്ഷൻ ഒന്നുമില്ല. കാരണം ഇവിടെ നേരത്തെയും വാടകയ്ക്ക് വന്ന് പോയിട്ടുണ്ട്. പിന്നെ അതിലേക്കൂടെ വഴിയുമില്ല. ആ വീട്ടിലോട്ട് മാത്രമേ ഉള്ളൂ. ശ്രീ സനൽകുമാർ, താങ്കളുടെ വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിലേക്ക് എത്ര ദൂരമുണ്ട്? എൻ്റെ വീട് ലേശം കിഴക്കുവശമാണെങ്കിലും എൻ്റെ ഒരു സ്ഥാപനം കട ഇവരുടെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്. ഈ ഒരു ക്ഷേത്ര മൈതാനത്ത് തന്നെ എൻ്റെ കടയുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ മിക്കവാറും അതിലേക്കൂടെ ഇവർ തൊട്ടടുത്ത കടകളിലേക്ക് ഈ ശർമ്മിള പോകുന്നത് കാണാം. അവർ എല്ലാ ദിവസവും 1-2 പ്രാവശ്യം കടകളിലേക്ക് പോകും. അത് തൊട്ടടുത്തൊരു പാല് വാങ്ങാനും സ്റ്റേഷനറി കടയായിട്ട് അമ്പലത്തിൻ്റെ വാതിക്കൽ തന്നെ ഒരു കടയുണ്ട്. അവിടെ ചെന്നിരുന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യും. അല്ലാതെ തന്നെ അമ്പലത്തിലെ ഒരു ജീവനക്കാരിയായിട്ട് എപ്പോഴും വന്നവർ അവിടെ വന്ന് സംസാരിക്കുകയും അവിടുന്ന് പായസം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കണ്ടുപരിചയം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവരാരുമായിട്ടും നമ്മൾ പുറത്തുനിന്നുള്ള ആരുമായിട്ടും ഒന്നും ഒരു സമ്പർക്കവും ഇല്ല. മാത്യു ആരുമായിട്ടും ഒരു ബന്ധവുമില്ല. ഞങ്ങളുടെ കട 7 മണി വരെ ഉണ്ടാവും. 7 മണി വരെ. അപ്പോൾ ഇവരെ കുറിച്ച് കേൾക്കുന്നത് ഇവർ ഒന്നും ആരുമായിട്ടും താങ്കൾ പറഞ്ഞതുപോലെ സമ്പർക്കമില്ല. പക്ഷെ ഇവർ വലിയ ഭക്തരാണോ? അതായത് ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ സ്ഥിരമായി പോകുന്ന ആളുകളാണോ? സുഭദ്ര എന്ന് പറയുന്ന ഈ 72കാരി ഇവരുടെ വീട്ടിൽ പല സമയങ്ങളിലായി വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ എപ്പോഴെങ്കിലും താങ്കൾ കണ്ടിട്ടുണ്ടോ ഈ സുഭദ്രയെ? ഇല്ല, ഞാൻ സുഭദ്രയെ കണ്ടിട്ടില്ല. തൊട്ടടുത്തുള്ളവർ തന്നെ അപൂർവമായിട്ട് 1-2 തവണ മാത്രമേ അവരെ കണ്ടിട്ടുള്ളൂ. അവർ തീർത്ഥാടനത്തിൽ പോകുന്നതും വിശ്വാസിയാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവരെക്കുറിച്ച് അങ്ങനെ ഒരു അറിവ് നമ്മളുടെ അറിവിലില്ല. ഈ ഒരു ദുരൂഹമായ സാഹചര്യത്തിൽ കഴിയുന്നവർ എന്നിവരെ കുറിച്ച് പറയാമോ? അതായത് മുഴുവൻ സമയവും വാതിലും ജനവാതിലുകളും ഒക്കെ അടച്ചിട്ട മുറിക്കകത്ത് കഴിയുന്ന ആളുകൾ, അപൂർവമായി പുറത്തിറങ്ങുന്നവർ, അങ്ങനെ ദുരൂഹതയുള്ള ഒരു ജീവിതമായിരുന്നു, അങ്ങനെ പറയാൻ കഴിയുമോ? ഇല്ല, അങ്ങനെ ദുരൂഹതയില്ല. ഇവർ അവിടെ TV ഇല്ല, റേഡിയോയിലാണോ അതോ വേറെ ഏതെങ്കിലും സംവിധാനത്തിലാണോ ഉച്ചത്തിൽ പാട്ട് വെക്കും. അപ്പോൾ ഇവർ പുറത്തുള്ളവർ ഇവരുടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല. അത് സ്ഥിരമാണ്. അതുതന്നെയല്ല, അവിടെ ഇവരുടെ സാധനങ്ങൾ ഇപ്പോൾ കുടിവെള്ളമാണെങ്കിൽ തന്നെ ഇവർ ഫോൺ ചെയ്യും, ഓട്ടോറിക്ഷ വരും, അതിലാണ് കൊണ്ടുവരികയും, അല്ലെങ്കിൽ 2 പേർക്കും കൂടെ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിലും ഫോൺ ചെയ്യും, ഓട്ടോറിക്ഷ വരും. ആ യാത്ര മൊത്തം 2 വീലറിലോ സൈക്കിളിലോ അങ്ങനെ നടന്നു പോകുന്ന യാത്രകളൊന്നുമില്ല. ഈ ഓട്ടോറിക്ഷയിൽ വരും, ഓട്ടോറിക്ഷ വിളിക്കും, വരും, പോകും. അതുപോലെ തന്നെ അവിടെ സ്ഥിരമായിട്ട് വരുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയാണ്, റെയ്നോൾഡാണ് സ്ഥിരമായിട്ട് അവിടെ വരാറുള്ളത്. പിന്നെ ഇതിനകത്ത് നമുക്കുള്ളൊരു സങ്കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സംഭവം നടന്ന സുഭദ്രയുടെ മക്കൾ പരാതി കൊടുത്ത് കടവന്ത്ര പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ ഇവർ സ്ഥലത്തില്ല. അപ്പോൾ തൊട്ടടുത്തൊരു വീട്ടിൽ ഉള്ളിലോട്ടാണ്, ഒരു ഷോർട്ട് കട്ടുണ്ട് കട്ടൂരോട്ട് പോകാൻ. അവിടെ ഒരു വീട്ടിൽ CCTV നോക്കിയപ്പോൾ ഈ 2 പേര്, അതായത് ശർമ്മിളയും മാത്യൂസും മാത്രം പോകുന്നത് കണ്ട്. അപ്പോൾ തന്നെ ഈ സുഭദ്ര കൂടെ ഇല്ലെന്നുള്ളത് മനസ്സിലായതാണ്. പക്ഷേ ഈ കുഴിയും അന്ന് അവർക്ക് ബോധ്യപ്പെട്ടതാണ്, ഇങ്ങനെ ഒരു കുഴി അവിടെ എടുത്തിട്ടുള്ളത് നാട്ടുകാരും പറഞ്ഞതാണ്. അപ്പോൾ ബാത്റൂം പൊട്ടിച്ചിട്ട് വേസ്റ്റ് ഇടാനാണെന്നാണ് പറഞ്ഞത്. പക്ഷേ അത് അന്ന് തന്നെ അതിൻ്റെ തുടർച്ചയായിട്ട് ഈ ബോഡി ഇത്രയും പഴകാതെ തന്നെ എടുക്കാവുന്ന ഒരു സാഹചര്യം കടവന്ത്ര പോലീസിന് മനസ്സിലായതാണ്. പിന്നെ നീട്ടിപ്പത് എന്താണെന്ന് അറിയത്തില്ല. പക്ഷേ മണ്ണഞ്ചേരി പോലീസിനെ സംബന്ധിച്ചിടത്തോളം അതിന് ഞങ്ങൾക്കൊക്കെ അഭിമാനമുണ്ട്. കൃത്യസമയത്തിനുള്ളിൽ തന്നെ അവരുടെ അന്വേഷണം നടത്തി ഇത് പുറത്തെടുക്കുകയും മണ്ണഞ്ചേരി പോലീസ് ചെയ്തു. ഈ മാത്യൂസ് ശർമ്മിള ഇവരെവിടെ നിന്ന് വരുന്നു, ഇവരാരാണ്, എന്തെങ്കിലും ഒരു വിവരമുണ്ട്? ഈ ശർമ്മിള അനാഥയായിരുന്നു
ആ അച്ഛനും അമ്മയും മരിച്ചതാണ്. പിന്നീട് ശർമ്മയുടെ ഇവിടെ ഒരു അനാഥ മന്ദിരത്തിലായിരുന്നു. അവിടെ നിന്നാണ് നിതിൻ മാത്യൂസുമായുള്ള കല്യാണം നടക്കുന്നത്. ഇരുവരുടെയും രണ്ടാം വിവാഹമാണ്. ഇങ്ങനെയൊക്കെയുള്ള കുറേ വിവരങ്ങൾ വരുന്നുണ്ട്. നാട്ടുകാരൻ എന്ന നിലയിൽ, ഈ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ, അയൽവാസി എന്ന നിലയിലൊക്കെ ശ്രീ സനൽകുമാറിന് ഇതേക്കുറിച്ച് എന്തെങ്കിലും അറിയാമോ? ഇതേക്കുറിച്ച് നമ്മളുടെ ഈ സംഭവം ഉണ്ടായതിന് ശേഷമാണ് ഇവർ ഇങ്ങനെ രണ്ടാം വിവാഹം ചെയ്തിട്ടുണ്ട്, അനാഥയാണ് എന്നൊക്കെ അറിയുന്നത്. ഈ വരുന്ന സുഭദ്ര ഇവരുടെ ചിറ്റയാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്, അവർ സ്വന്തം ബന്ധുവാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ ഇതിൻ്റെ ചുരുളെല്ലാം അഴിയുന്നത് ഈ സംഭവത്തോടു കൂടെയാണ്. തൊട്ടടുത്തുള്ളവർക്ക് പോലും ഈ എന്താണെന്നുള്ളത് അവരുമായിട്ട് സഹകരണം ഇല്ലാത്തതുകൊണ്ട് വ്യക്തമായിട്ട് ആർക്കും അറിയില്ല ഇതിനെക്കുറിച്ച്. ഈ റെയ്നോൾഡ് അവിടെ വന്നാൽ അവിടെ കുറെ ദിവസങ്ങൾ തങ്ങുക അങ്ങനെയായിരുന്നു, അതോ വന്ന ഉടനെ പോവുക അങ്ങനെയായിരുന്നു? ഇല്ല, ദിവസങ്ങൾ തങ്ങത്തില്ല. കാരണം ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ അപ്പുറത്ത് കാട്ടൂരാണ് ഈ റെയ്നോൾഡിൻ്റെ വീടും ഈ മാത്യൂസിൻ്റെ വീടും. അതായത് കാട്ടൂർ പള്ളിയുടെ പടിഞ്ഞാറ് വശത്താണ് ഇവരുടെ വീട്. അപ്പോൾ റെയ്നോൾഡിന് അങ്ങനെ തങ്ങുന്ന കാര്യമില്ല. റെയ്നോൾഡ് നിത്യ സന്ദർശകനാണ്, ഇവർക്ക് കറിക്ക് കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ മദ്യപാനം അത് അടുത്തുള്ളവരും പറയുന്നുണ്ട്. മദ്യപാനം ശരിക്കും ഈ രണ്ടുപേരും, അതായത് ഈ മാത്യൂസും ഈ ശർമ്മളയും അതിന് തീരെ മോശമല്ല. ഇവർ പരസ്പരം വഴക്കിടാറുണ്ട്, ഒച്ച കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർ ഓളിയം കൂട്ടി വെക്കുന്നതുകൊണ്ട്, ഈ പാട്ടിട്ട് ഓളിയം കൂട്ടി വെക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം. ആ വഴക്കുകൾ നിരന്തരം, അത് മദ്യപാനത്തിലൂടെയുള്ള വഴക്കാണ്. അവിടെ സ്ഥിരം അവിടെയുള്ള അയൽനൃത്തുകാർക്കാണെങ്കിലും തൊട്ട് അറിയാവുന്നവർക്കാണെങ്കിലും അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. ക്രിമിനൽ സ്വഭാവമുള്ളതും പിന്നെ നമ്മളുടെ മാത്യൂസിന് പറഞ്ഞോളൂ. ഹലോ, മാത്യൂസിനെ ചെറുപ്പകാലം തൊട്ട് തന്നെ ഈ മോഷണമായിട്ടൊക്കെ ബന്ധപ്പെട്ട് 1-2 കേസുള്ളതായിട്ട് എനിക്കറിയാം. ഞാൻ അവിടുത്തെ മുൻ മെമ്പറുമായിട്ടൊക്കെ ഈ കാട്ടൂരത്തെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ 2 പ്രാവശ്യം അദ്ദേഹം തന്നെ ഇടപെട്ടിട്ടുള്ളതായിട്ടൊക്കെ എനിക്കറിയാം. അല്ലാതെ വേറെ ഇങ്ങനെ ഈ കൊലപാതകവും അതുപോലുള്ള ക്രിമിനൽ പശ്ചാത്തലത്തിലേക്കൊന്നും പോയതായിട്ട് നമുക്കറിയില്ല. അതുപോലെ തന്നെ റെയ്നോൾഡിനും ഇങ്ങനെ ഉള്ളതായിട്ട് നമുക്കൊന്നും അറിയില്ല. ആദ്യമായിട്ടാണ് റെയ്നോൾഡിനെ കുറിച്ച് ഇങ്ങനെ കേൾക്കുന്നത്. ഇവൻ്റെ ബന്ധു കൂടെയാണ്, സുഹൃത്താണ്. ആ സഹകരണം എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ പുറത്തു വരുന്ന വാർത്തകൾ കേൾക്കുമ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിപ്പോകുന്നത്. ഇപ്പോൾ ശ്രീ സനൽകുമാർ, ഇപ്പോൾ ജോർജ് ജോസഫ് സാർ പറഞ്ഞൊരു സാധ്യത താങ്കൾ കേട്ടില്ല. ഒരു പക്ഷേ ഇതൊരു നരബലിയായിരിക്കുമോ, ഇവർ വിശ്വാസികളായിരുന്നിരിക്കാം, ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കേണ്ടതാണെന്നാണ്. പക്ഷേ അയൽവാസിയായ താങ്കൾ പറയുന്നു അങ്ങനെ ഒരു കടുത്ത വിശ്വാസിയൊന്നും ആയിരുന്നില്ല, ഇവർ വിശ്വാസികളായിരുന്നില്ല, അങ്ങനെ സ്ഥിരമായി ക്ഷേത്രങ്ങളിൽ പോകുന്ന ഒരാളൊന്നും ആയിരുന്നില്ല, അങ്ങനെയാണോ? അതായത് വിശ്വാസത്തിന്റെ പേരിൽ എന്തെങ്കിലും നടന്നു എന്ന് കരുതാൻ കഴിയില്ല, അങ്ങനെ താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല സാർ, നമുക്കൊരു സ്ഥലത്ത് ചെന്നല്ലെങ്കിൽ ഇത് അവരുടെ താമസിക്കുന്ന സ്ഥലത്ത് അവരുടെ നേരത്തെ അവരുടെ രീതികളൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു രീതിയില്ല. അതിനുള്ള സംവിധാനം അവിടെ ഇല്ല. അതാ പോലീസിനും മനസ്സിലായിട്ടുണ്ട്. കാര്യം ആ മുറിയിലൊക്കെ അവരെല്ലാം കയറി, ഞങ്ങളുമൊക്കെ കയറി കണ്ടതാണിത്. അവിടെ അതിൻ്റെതായിട്ടുള്ള ഒരു സൂചനയും ഇല്ല. പിന്നെ ഈ മദ്യത്തിൻ്റെ പുറത്ത് ചെയ്തിട്ടുള്ളതാകാം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അല്ല ശരി സനൽകുമാർ, ഇപ്പൊ താങ്കൾ ആ സ്ഥലത്ത് പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയ ആളാണല്ലോ. അപ്പൊ താങ്കൾക്ക് ഈ എന്തായിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതിനെ കുറിച്ച് താങ്കൾ മനസ്സിലാക്കിയിരിക്കുന്നത് എന്താണ്? ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന അവർക്ക് സാമ്പത്തികം ഉണ്ടാക്കുന്ന ലക്ഷ്യത്തോടുകൂടി സ്വർണം കൈക്കലാക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ചെയ്തത്. കാരണം അവരുടെ കഴുത്തിൽ കിടന്ന മുക്കുമണ്ഡമാണെന്നുള്ളത് അവർ ഇതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ വള 1, 2 അല്ല 3, 4 വളയുണ്ടെന്നാണ് ഈ നാട്ടുകാർ ഇതുവരെ ഈ സുഭദ്രയെ കണ്ടിട്ടുള്ളവർ പറയുന്നത്. കയ്യിൽ അവർ ആഭരണം ഇട്ട് നടക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ഇതിന് ഇപ്പോൾ നമ്മുടെ ചാനൽ കേട്ട വാർത്ത അനുസരിച്ചാണെങ്കിൽ 2 എണ്ണം മാത്രം ആണ് സ്വർണ്ണവളയെന്നാണ് പറയുന്നത്. ഇനി ബാക്കി മുക്കുപണ്ടമായിരുന്നിട്ട് ഇത് മാറ്റിയതാണോ എന്ന് നമുക്കറിയില്ല. ആഭരണങ്ങൾ കൂടുതൽ ധരിക്കുന്നവരാണ്. അപ്പോൾ അത് സ്വർണ്ണമാണെന്നുള്ള ധരിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെ കൊലപ്പെടുത്തിയത്. അല്ലാതെ തന്നെ ഒരു സംശയം, ഈ സംഭവം നടക്കുന്ന അന്ന് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇവർ ഓട്ടോറിക്ഷയിൽ ഇവർ തീരെ അവശതയാണ്. ഓട്ടോറിക്ഷ വിളിച്ച് റെയ്നോൾഡ് ഉൾപ്പെടെ ഇവരെ അവശതയാണ്, ആശുപത്രി കൊണ്ടുപോയിട്ട് വരികയാണ് എന്ന തൊട്ട് അടുത്തുള്ള കടക്കാരും അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു കാഞ്ഞിരമുണ്ട്, അവിടെ നല്ല തണലുള്ളതുകൊണ്ട് സ്ഥിരം വൈകുന്നേരം പാടുവാണെങ്കിലും എല്ലാവരും നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയുള്ളവരൊക്കെ കണ്ടതാണ്. ഈ ഓട്ടോറിക്ഷയിൽ ഈ സുഭദ്രയെ നടുക്കിരുത്തി ഇവർ രണ്ടുപേരും അപ്പുറത്തിപ്പുറത്ത് ഇരുന്ന് വരുന്നത്. അപ്പോൾ തീരെ മേലെ വീണതാണ്, ആശുപത്രിയിൽ പോയതാണ്. അതിനെക്കുറിച്ചൊരു നിഗൂഢതയുണ്ട്. എന്തുകൊണ്ട് ഇവർ ആശുപത്രിയിൽ പോയാലും ഇവരെന്താണ് അസുഖം, അത് ഏത് ആശുപത്രിയിലാണെന്നുള്ളതൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അല്ല, അത് ഇതൊക്കെ സംഭവിക്കുന്നത് എന്നാണ്? ഇത് ഈ കഴിഞ്ഞ ഡേറ്റ് കൃത്യമായിട്ട് നമ്മൾ ഈ പ്രശ്നം വന്നു കഴിഞ്ഞപ്പോഴാണല്ലോ അറിയുന്നത്. ഇത് സംഭവം നടക്കുന്ന സമയത്ത് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത ക്ഷേത്രത്തിൽ സപ്താഹയജ്ഞം, അത് ചെറിയ വിപുലമായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന 7-ാം തീയതി ആണെങ്കിൽ ഇവിടുത്തെ 3ാമത്തെ സപ്താഹത്തിൻ്റെ അന്നാണ് ഈ സംഭവം നടക്കുന്നത്. അവിടെ ആണെങ്കിലും 4 വശം യൂണിറ്റൊക്കെ വെച്ച് ബഹളമുള്ളതുകൊണ്ട്
ഈ നമ്മുടെ ഈ പ്രാർത്ഥനകളും അതുപോലെ തന്നെ പ്രഭാഷണങ്ങളും ഒക്കെ നടക്കുന്നത് കൊണ്ട് പുറത്താരും കേൾക്കാനും സാധ്യതയില്ല. അതും ഒരു സാഹചര്യം ഇവർക്ക് അനുകൂലമായി വന്നിട്ടുണ്ട്. നാട്ടുകാർ അയലന്തരത്തുകാർ കേൾക്കാതെ വന്നതിൻ്റെ ഒരു കാരണം അതായിരിക്കാം എന്ന് എൻ്റെ ഒരു നിഗമനമാണ്. കാരണം ഈ സപ്താഹം നടക്കുമ്പോൾ പ്രഭാഷണവും ഭജനയും എല്ലാം നല്ല സൗണ്ടിൽ വെക്കുന്നതുകൊണ്ട് ഇവർ തൊട്ടടുത്ത് വളരെ അകലവുമല്ല. അപ്പോൾ അതിൻ്റെ സൗണ്ട് കൊണ്ട് ഇവിടെ കരച്ചിലൊന്നും കേൾക്കാൻ പറ്റാതായിരിക്കാം എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. അതായത് താങ്കൾ പറയുന്നത് ഇവര് പിന്നെ സുഭദ്ര കുറച്ച് ദിവസങ്ങളായിട്ട് അവിടെ ഉണ്ടായിരുന്നു അല്ലേ? അതുകൊണ്ടാണല്ലോ പിന്നീട് 1-2 ദിവസമായിട്ട് കണ്ടല്ലോ അല്ലേ ആശുപത്രിയിൽ നിന്ന് കൊണ്ടുവരുന്നതൊക്കെ. ഇത് ഈ സംഭവം നടക്കുന്ന അന്നാണോ? നമുക്ക് ഡേറ്റ് കറക്റ്റായിട്ട് നമ്മളത് അന്ന് കണ്ടവരാരും ഡേറ്റ് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. ഇവർ വീണ് എന്തോ ചെറിയൊരു അപകടം പറ്റി, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോയതാണ് അതെല്ലാവരും പറയുന്നുണ്ട്. കണ്ടവരെല്ലാവരും ഉണ്ട് ഓട്ടോറിക്ഷയിൽ പോകുന്നത്. അതാണ് നമുക്ക് പിടികിട്ടാത്തത്. കാര്യം ഇവർ കൊല്ലാനാണെങ്കിൽ പിന്നെ ആശുപത്രിയിൽ കൊണ്ടുപോകണ്ട. അപ്പോൾ ഇത് നേരത്തെ എന്തെങ്കിലും പിടിവലി നടത്തി ഇവർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് കാണിക്കാൻ കൊണ്ടുപോയതാണോ അതോ പിന്നെ അത് കഴിഞ്ഞിട്ടാണോ ഒന്ന് ചെയ്തത്? അതിനെക്കുറിച്ച് പോലീസ് അന്വേഷിക്കേണ്ടതാണ്. ഞാനൊരു ചെറിയ ഇടവേള എടുക്കാം. ശ്രീ ജോർജ് ജോസഫ് സാർ, ഞാൻ വരാം താങ്കളിലേക്ക്. ജോർജ് ജോസഫ് സാർ, ഇവിടെ അയൽവാസി കൂടിയായ മുൻ പഞ്ചായത്ത് അംഗം ശ്രീ സനൽകുമാർ പറയുന്നു, ഏത് ദിവസമാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ലെങ്കിലും ഈ അവശ നിലയിൽ സുഭദ്രയെ ഓട്ടോയിൽ കൊണ്ടുവരുന്ന കണ്ട നാട്ടുകാരുണ്ട്. കാരണം ചോദിച്ചപ്പോൾ സുഖമില്ലായിരുന്നു എന്ന് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ വല്ല മയക്കുമരുന്ന് കൊടുക്കുകയോ അതായത് മറ്റെന്തെങ്കിലും മരുന്നുകൾ കൊടുക്കുകയോ അല്ലെങ്കിൽ അവരെ അടിച്ച് അവശയാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം എന്ന ഒരു സംശയത്തിന് ഇവിടെ ഇപ്പോഴും സാധ്യതകളുണ്ട് അല്ലേ? അല്ല, സനൽകുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. 3-4 കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതിൽ ഇവരെ എവിടെയാണ് ഏത് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്, അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്, അത് അവരോട് ചോദ്യം ചെയ്യണം. തങ്കച്ചനും മാത്യൂസിൻ്റെ അടുത്തും അതുപോലെ തന്നെ ഷർമിളയുടെ അടുത്തും ആ കാര്യം ചോദിക്കണം പോലീസ്. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്നുള്ള ഈ വിവരം വളരെ വൈറ്റലാണ്. അങ്ങനെ കൊണ്ടുപോയിട്ടുണ്ടോ? അവരെ നടുക്കിരുത്തിക്കൊണ്ടാണ് അപ്പുറത്തിപ്പുറത്ത് ഇവർ വന്നത്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്. ആ സമയത്ത് ഇവർക്ക് ജീവനുണ്ടോ പറയാനൊക്കില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് പോലീസ് ചോദിച്ചിരിക്കണം. മറ്റൊരു കാര്യം, ഇവർ വീട്ടിലെപ്പോഴും ഉച്ചത്തിൽ പാട്ട് വെക്കുന്നത് എന്തിനാണ്? ടി വി ഇല്ല, അപ്പം റേഡിയോയിലും ആയിരിക്കും, ഉച്ചത്തിൽ വെക്കുന്നു. അതെന്തിനാണ്? രണ്ടുപേരും മദ്യപാനികളാണ്, അഡിക്റ്റാണ് രണ്ടുപേരും. പിന്നെ ഈ മുക്കുവണ്ടം പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം. മുക്കുവണ്ടം ഇപ്പോൾ ഉണ്ടോ, ഇവരുടെ കയ്യിലുണ്ടോ, അതോ കളഞ്ഞോ, എവിടെ കളഞ്ഞു? ഏതെങ്കിലും സ്വർണ്ണക്കടയിൽ കൊണ്ട് ഇത് വിൽക്കാനായിട്ട് ശ്രമിച്ചോ? അപ്പം അങ്ങനെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് മുക്കുവണ്ടം ആണെന്ന് അവർക്ക് അറിയാവുന്നതാണ് ഞാൻ കരുതുന്നത്. കാരണം ഇവരുമായിട്ട് ഒന്നിച്ചു കിടക്കുന്ന സ്ത്രീയാണ് ഷർമിള. തീർച്ചയായിട്ടും മുക്കുവണ്ടമാണോ ഇല്ലയോ എന്ന് കൃത്യം അറിയാം. ഒരു പ്രാവശ്യമെങ്കിലും പിടിച്ചു നോക്കാതെ, അതൊക്കെ സ്ത്രീകളുടെ അടുത്ത് അത് ദൂരെ നിന്ന് കണ്ടാലും അവർ പറയും മുക്കുകൊണ്ടാണോ നല്ല സ്വർണ്ണം. നമുക്ക് നിശ്ചയമില്ല. ഗോപികൃഷ്ണനും എനിക്കതൊന്നും കണ്ടു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടത്തില്ല. സ്വർണ്ണം ഏത് നിറം മാത്രം നമുക്കറിയാം. പക്ഷെ സ്ത്രീകൾക്ക് നോക്കിയാൽ മതി, അവർക്ക് അപ്പളേ പറയും. അതിന്റെ പൊലിമ, അതിന്റെ പൊലിപ്പ്, അതിന്റെ വെട്ടിത്തിളക്കൽ എല്ലാം അവർക്ക് അന്നേരം അറിയാം. അപ്പൊ മുക്കുകൊണ്ടെന്ന് പിന്നെ ആ മുക്കുകൊണ്ട ഇപ്പൊ എവിടെയെന്നുള്ള കാര്യത്തിൽ വളരെ പ്രസക്തിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ആ ഒരു നോളജ് ഇവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് കാര്യം അങ്ങനെ ഞങ്ങൾ വിൽക്കാൻ പോയപ്പോൾ പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഞങ്ങൾ വിൽക്കാൻ പോയപ്പോൾ അത് മുക്കുകൊണ്ടോന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളതങ്ങ് വിശ്വസിച്ചു പോകും. സാധനം എവിടെ, ഇപ്പോൾ ഇവരുടെ കയ്യിലുണ്ടോ, അത് എവിടെയും കളഞ്ഞോ, ആ വിവരം പറഞ്ഞിട്ട് അത് പോലീസ് കണ്ടെടുക്കണം. മുക്കുകൊണ്ടോ, അത് തൊണ്ടി സാധനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ചില സംശയങ്ങൾ ഇപ്പം വരുന്നുണ്ട്. പിന്നെ റെയ്നോൾഡ് വരുന്ന കുടിക്കാനാണോ എന്ന് അറിയണം. ഇനി ഏതെങ്കിലും ഇവർക്ക് വിഷാംശം കലർന്ന എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എവിടുന്ന് വാങ്ങിച്ചു, എങ്ങനെ കിട്ടിയെന്നൊക്കെ ധാരാളം അന്വേഷിക്കാനുണ്ട്. ഏതായാലും അവിടുത്തെ SP വളരെ മിടുക്കനാണ്, എനിക്കറിയാം. നല്ല വെറ്ററൻ ഇൻവെസ്റ്റിഗേറ്ററാണ് SP. ജോർജ് ജോസഫ് സാർ ഈ പറഞ്ഞതുപോലെ തന്നെ, അതായത് മുക്കുപണ്ടമാണെന്ന് അവർക്കറിയാമെങ്കിൽ ഈ സ്വർണം പിന്നെ വിറ്റിട്ട് കിട്ടുന്ന പൈസയ്ക്ക് വേണ്ടിയോ അതല്ലെങ്കിൽ കൊടുത്ത പൈസ തിരിച്ചു വയ്ക്കാൻ വന്ന ഒരു ശല്യം ഒഴിവാക്കാനോ, ഇതൊക്കെ ഒരു കൊലപാതകത്തിനുള്ള മതിയായ കാരണങ്ങളാണോ എന്നുള്ള സംശയമുണ്ട് അല്ലേ? അത് സംശയമാണ്. കാരണം സുഭദ്ര എനിക്ക് തോന്നുന്ന അവര് പല സ്ഥലങ്ങളിൽ അമ്പലങ്ങളിലൊക്കെ പോകുന്ന 71 വയസ്സുണ്ടല്ലോ, എല്ലാ സ്ഥലത്തും പോകുന്ന സ്ത്രീകളാണ്. അപ്പൊ ഇവരും പോയിട്ടുണ്ടാവും. അത് തന്നെയല്ല, ഈ മാത്യൂസിന്റെ പേരൻസ് ഉടുപ്പിയിൽ ഇവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്ന് നേരത്തെ അവര് 1-2 പ്രാവശ്യം പോയെന്ന് ആ ഫാദറിനെ TV-ക്കാരോ പോയി ചോദിച്ചപ്പം പറയുന്നത് കേട്ടു. അപ്പം അത് ഇവർ പറയുന്നത് വെർഷൻ അതേപടി അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. ഇപ്പം തന്നെ പോലീസിന് അത് കുഴയ്ക്കുന്ന രീതി എന്ത് ചോദിച്ചാലും അവർ മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഇവരെ രണ്ടുപേരും അന്നേരം മദ്യപിച്ചിരുന്ന രണ്ടുപേരും. പിന്നെ സുഭദ്ര മദ്യപിക്കുന്ന സ്ത്രീ ആണോ അതും അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പറയാനൊക്കത്തില്ല നമുക്ക്. അവർ ഹോസ്റ്റലൊക്കെ നടത്തിക്കൊണ്ട് എറണാകുളത്തിരിക്കുകയാണ്, അങ്ങനെയുള്ള പരിചയമാണെന്നൊക്കെ പറയുന്നു.
എന്നാൽ അതിനകത്തൊക്കെ ഒന്നും മറ്റൊന്നിനോട് ചേരാതെ പോകുന്നു. ഒരു റിലേഷൻഷിപ്പ് അവർ പറയുന്ന സ്റ്റേറ്റ്മെന്റിന് ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ബിൽഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഒരു ബ്രോക്കൺ ആണ് അവരുടെ സ്റ്റോറി എല്ലാം പറയുന്ന കാര്യം. അവിടെ ഇവിടെ എത്തുന്നില്ല. ഇപ്പം പഞ്ചായത്ത് മുൻപ് അദ്ദേഹം ചില കാര്യങ്ങൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, ആ ഓട്ടോയിൽ ഇവരെ നടുക്കിരുത്തി കൊണ്ടുവന്ന് സംശയമുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം. യഥാർത്ഥത്തിൽ എന്ത് നടന്നു എന്ന് കണ്ടെത്തണം ഈ കേസിനകത്ത്. കാരണം പിന്നെ ആ ഡെഡ് ബോഡിക്ക് എത്ര ദിവസത്തെ പഴക്കം, അത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറെ അടുത്ത് ചോദിക്കണം. വിഷാംശം അവരുടെ ഉള്ളിലുണ്ടായിരുന്നോ അത് ചോദിക്കണം. മരണകാരണം വളരെ ബ്രൂട്ടലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ജീവനുള്ള സമയത്തുള്ള മർദ്ദനം കൊണ്ട് തന്നെ മരിച്ചിരിക്കുന്നു. മരിച്ച ശേഷം എന്തിനാണ് അടിച്ചത് അപ്പൊ അതൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യണം പോലീസ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയുന്നത്. മരിച്ച ശേഷം ഇവരെ അടിച്ചിട്ടുണ്ട്. അത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പത്രവാർത്ത കണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ആരോടും ചോദിച്ചല്ല, പത്രവാർത്ത അതിനകത്തുണ്ടായിരുന്നു. മരിച്ച ശേഷവും ഇഞ്ചുറി അവർക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അത് പോസ്റ്റ്മോർട്ടം ഇഞ്ചുറീസും ഉണ്ട്. അപ്പൊ ഇതൊക്കെ നോക്കുന്നത് എന്താ എനിക്ക് മനസ്സിലാകുന്നത്, ഇവർ മൂന്നുപേരും ഒന്നിച്ചിരുന്ന് മദ്യപിക്കുന്നതാണ്. ആ വീട്ടിൽ ഇവർ വന്നു പോകുന്നുണ്ട്. സുഭദ്രയും മദ്യപാനം, അത് അവരുടെ എറണാകുളത്ത് അന്വേഷിക്കണം. ഏതായാലും മണ്ണഞ്ചേരി പോലീസ് ഏതായാലും ക്വിക്കായിട്ട് ആക്ഷൻ എടുത്തു. അവർക്ക് ആ സംശയം കറക്റ്റായിരുന്നു. ആ കുഴി കുഴിച്ച് വേസ്റ്റ് ഇടാനല്ല. പക്ഷെ ഒരു കാര്യം ഇതിനകത്തൊരു പ്രത്യേകത ഈ കേസിനകത്ത് നമ്മളൊക്കെ ശ്രദ്ധിക്കാൻ കാരണം, അവര് ജീവനോടെ ഇരിക്കുമ്പം വീട്ടിലിരിക്കുമ്പോൾ അവരെ അടക്കാനുള്ള ഒരു കുഴിയെടുത്തു എന്നുള്ളതാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രസക്തമായ കാര്യം.